ഹലോ ആൻഡ് വെൽക്കം ടു ബി പി ബിയോണ്ട് വീൽസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കോഴിക്കോട് മെട്രോമെഡ് ഇൻ്റർനാഷണൽ കാർഡിയാക് സെൻറ്ററിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആൻഡ് ഇലക്ട്രോഫിസിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ ഗോപി സാറാണ്. വെൽക്കം സർ. ഡോക്ടർ, നമ്മളിപ്പോൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബി പി എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് ഒരുപാട് ആളുകൾ അനുഭവിച്ചു വരുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ ഇന്നത്തെ ഒരു നമ്മൾ ടേംസിൽ പറയുകയാണെങ്കിൽ അത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സിനാരിയോയിൽ എത്രത്തോളം സീരിയസ് ആണ്, നമ്മൾ ബി പിനെ എത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്? ബി പി കൂടുതലുള്ള പല ആൾക്കാരും അറിയത്തുപോലുമില്ല അവരുടെ ബ്ലഡ് പ്രഷർ നോർമൽ വാല്യൂയെക്കാട്ടിയും വളരെ ഹൈ ആണെന്നുള്ളൂ. കാരണം അതിന് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ബാക്കി പല രോഗാവസ്ഥകൾക്കും ആൾക്കാർക്ക് സിംറ്റംസ് ഉണ്ടാവും. അവർക്ക് അത് എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നി അവർ പോയി ചെക്കപ്പ് ചെയ്താൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഹൈപ്പർ ടെൻഷന് പ്രത്യേകിച്ച് ഒരു സിംറ്റവും പല ആൾക്കാരും അനുഭവപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കാലം ബ്ലഡ് പ്രഷർ ഹൈ ആയിരുന്ന് എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് പല രോഗികളും അറിയുക. അൺലെസ് അവർ ഫ്രീക്വൻ്റ്ലി സ്വന്തമായിട്ട് ഇടയ്ക്ക് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുകയോ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് ബി പി അല്ലെങ്കിൽ വീട്ടിലോ ഹോസ്പിറ്റലിൽ പോയോ ഇടയ്ക്കൊന്ന് സ്വന്തമായിട്ട് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാത്തോളം അറിയില്ല. അപ്പോൾ കാലങ്ങളോളം ഇങ്ങനെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ എല്ലാ അവയവങ്ങളെയും ബാധിക്കും. ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടാകും, ഹാർട്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് ഫെയിലിയറോ ഹാർട്ടിലെ ബ്ലോക്കിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടാകാം, കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാകും, കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാൽ കാഴ്ചകളെ ബാധിക്കാം, കാലിലോട്ടുള്ള ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ രക്തോട്ടം കുറയാം. അപ്പം ഹൈപ്പർ ടെൻഷൻ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും. ആൻഡ് സിംറ്റംസ് ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ അറിയാത്തതുകൊണ്ട് ഈ അസുഖങ്ങളൊക്കെ പ്രോഗ്രസ് ചെയ്ത് എന്തെങ്കിലും ഒരു സ്ട്രോക്ക് വരുമ്പോഴോ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴോ ഹാർട്ട് ഫെയിലിയർ വരുമ്പോഴോ ആയിരിക്കും പല രോഗികളും അറിയുക അവർക്ക് ഹൈപ്പർ ടെൻഷൻ കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹൈപ്പർ ടെൻഷന് വേറൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഒരിക്കലും ഡിറ്റക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ തന്നെ കുറച്ച് കഴിഞ്ഞ് കൂടി വളരെ അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ എന്നൊരു സിനാരിയോ ഉണ്ട്. അവരുടെ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് ഒരു 180 190 കൂടി അതുമൂലം സിംറ്റം ഉണ്ടായി ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് എത്താം. അപ്പം ഹൈപ്പർ ടെൻഷൻ ഈ കാലങ്ങളായി നിൽക്കുന്നതുകൊണ്ട് ഇത് ഓരോ അവയവങ്ങളെയും ബാധിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷൻ ആകുമ്പോൾ മാത്രം അറിയുന്നതുകൊണ്ടാണ് ഇതിനെ ഒരു സൈലൻറ്റ് കില്ലർ എന്ന് പറയപ്പെടുന്നത്. ഇപ്പം നമുക്ക് ഈ മരുന്നല്ലാണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ ആശ്രയിക്കുന്നത് മരുന്നിനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിലും എല്ലാവരും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മരുന്ന് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു കൂടിയ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മരുന്നുകളല്ലാതെ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് മാർഗം നമുക്ക് ഈ ഹൈപ്പർ ടെൻഷനെ ഒന്ന് ഇതാക്കാനുള്ളതുണ്ടോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വൈദ്യശാസ്ത്രം ഇതിലാണ് റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു 10%, 5 to 10% ഓഫ് ബ്ലഡ് പ്രഷറുള്ള എല്ലാവർക്കും ബ്ലഡ് പ്രഷർ അൺകൺട്രോൾഡായി നിൽക്കും. ഈ റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ റിഫ്രാക്ടറി ഹൈപ്പർ ടെൻഷനിലേക്ക് പോകും. 3 മരുന്ന് കഴിച്ചിട്ടും കൺട്രോൾ ആവാത്തവരാണ് റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. 5 മരുന്ന് എടുത്തിട്ടും കൺട്രോൾ ആവാത്തവരാണ് റിഫ്രാക്ടറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പല രീതിയിലുള്ള ചികിത്സകൾ അവർ പഠനങ്ങൾ ചെയ്ത് നോക്കി. കാരണം മരുന്ന് കഴിക്കുന്നു, റെഗുലറായി കഴിക്കുന്നു, പക്ഷേ പിന്നെ അവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവേഷണം കണ്ടെത്തിയ ഒരു പുതിയ ചികിത്സാ രീതിയാണ് റീനൽ ഡീനർവേഷൻ എന്ന് പറയും. അപ്പോൾ ഈ റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷനുള്ള എല്ലാവരെയും പഠനങ്ങൾ ചെയ്തപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഏറ്റവും ഇതിനകത്തുള്ള സെൻട്രൽ ഓർഗൻ കിഡ്നിയാണ്. കിഡ്നിയിലാണ് ഇതിനകത്ത് ഇങ്ങനെ ബി പി അൺകൺട്രോൾഡായി നിർത്തുന്നത്. അപ്പോൾ ഈ കിഡ്നിയിലോട്ടുള്ള രക്തോട്ടം കൊണ്ടുവരുന്ന റീനൽ ആർട്ടറി എന്ന് പറയും. ഈ റീനൽ ആർട്ടറിയുടെ ചുറ്റിനും കുറച്ച് ഞരമ്പുകളുണ്ട്, അതിനെ റീനൽ നെർവ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ അൺകൺട്രോൾഡായി നിൽക്കുന്നവരിലെ മേജർ കാരണം ഈ റീനൽ നെർവ്സ് അല്ലെങ്കിൽ കിഡ്നിയുടെ ചുറ്റിനുള്ള ഞരമ്പുകളുടെ ഓവർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ റീനൽ നെർവ്സ് ഓവർ ആക്റ്റീവ് ആകുമ്പോൾ അവിടുന്ന് ഒരു അഡ്രിനൽ എന്നൊരു ഹോർമോൺ റിലീസ് ചെയ്യും, നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വരുമ്പം അല്ലെങ്കിൽ നമുക്കൊരു ഫിയർഫുൾ സിനാരിയോ വരുമ്പം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇപ്പം നമുക്കിപ്പോൾ ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റോ ബ്ലഡ് പ്രഷറോ കൂടുന്ന ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി കാരണമാണ്. പക്ഷേ അത് ഓവർ ആക്റ്റീവ് ആകുമ്പോൾ അത് നോർമൽ എല്ലാവർക്കും അത് അത്യാവശ്യമാണ്. ഒരു സ്ട്രെസ്സിനെ അതിജീവിക്കാൻ അതിനൊക്കെ യൂസ്ഫുൾ ആണ്. പക്ഷേ അമിതമായ എല്ലാം വിഷമാണെന്ന് പറയുന്ന പോലെ തന്നെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഓവർ ആക്ടിവിറ്റി ഉണ്ടാകുമ്പോഴാണ് ഈ റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പോകുന്നത്. ആൻഡ് അതിൻ്റെ സെൻട്രൽ പോയിന്റ് ഈ കിഡ്നിയുടെ ചുറ്റിനുള്ള നെർവ്സ് ആണ്. അപ്പോൾ ഈ റീനൽ ഡീനർവേഷൻ എന്ന് ചെയ്യാന്ന് വെച്ചാൽ ഈ കിഡ്നിയുടെ ചുറ്റിനുള്ള ഓവർ ആക്റ്റീവായിട്ടുള്ള അസുഖമായിട്ടുള്ള ഡിസീസ് നെർവ്സിനെ നമ്മൾ അങ്ങ് കരിച്ചു മാറ്റുന്ന ചികിത്സയാണ് റീനൽ ഡീനർവേഷൻ എന്ന് പറയുന്നത്. സാറ് പറഞ്ഞ ഒരു റീനൽ ഡീനർവേഷൻ എന്ന് പറഞ്ഞുള്ള ടേം സാധാരണക്കാർക്ക് കേൾക്കുമ്പോൾ കുറച്ചൊരു പേടി ഉണ്ടാക്കുന്ന, നമുക്കൊരു പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ കുറച്ച് കൺസേൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ബി പിയിൽ എവിടെ നിൽക്കുന്ന ഒരു പേഷ്യൻ്റാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിനോട് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം കൺസേൺസ് ഉണ്ടായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് എന്താണ് സാർ പറയാം? അതായത് എല്ലാ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓഫർ ചെയ്യാറില്ല. ഇത് മരുന്നിന് ബദലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല. അപ്പം ജനറലി ബ്ലഡ് പ്രഷർ ഉള്ളവർ ആദ്യം ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തണം, അവർ മരുന്നുകൾ എടുക്കണം. 3 മരുന്നുകൾ കഴിച്ചിട്ട് പോലും എന്ന് പറഞ്ഞാൽ 3 ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഡ്രഗ്സ് എടുത്തിട്ട് പോലും അവരുടെ ബ്ലഡ് പ്രഷർ 140/90 മേളിൽ നിൽക്കുകയാണെങ്കിൽ
അല്ലെങ്കിൽ അവർക്ക് മരുന്നെടുക്കാൻ പറ്റുന്നില്ല. ചിലവർക്ക് മരുന്നെടുക്കുമ്പോൾ മരുന്നിൻ്റെ സൈഡ് ഇഫക്ട്സ് വരും. അങ്ങനെയുള്ളവരിൽ മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് മരുന്നെടുക്കുമ്പോൾ റെഗുലറായിട്ട് കഴിക്കുന്നില്ല. ആൻഡ് ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ ടാർഗറ്റ് ഓർഗൻ ഡാമേജസ് വരും. അതായത് അവർക്ക് സ്ട്രോക്ക് വരികയാണ്, അവർക്ക് ഹാർട്ട് ഫെയിലിയർ വരും മരുന്ന് കഴിച്ചിട്ട്. അപ്പം മെയിൻലി നമ്മൾ 3 കാറ്റഗറി ഓഫ് പേഷ്യൻസാണ് പറയുക. ഒന്ന് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ റിഫ്രാക്ടറി ഹൈപ്പർ ടെൻഷൻ. അവർ 3 ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഡ്രഗ്സ് എടുത്തിട്ട് പോലും അവരുടെ ബ്ലഡ് പ്രഷർ 140/90 മേളിൽ നിൽക്കുന്നവർ. രണ്ടാമത് അവർ മരുന്നെടുക്കുമ്പോൾ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ്, അതായത് ഡ്രഗ് ഇൻടോളറൻ്റ് എന്ന് പറയും. മരുന്ന് എടുക്കാൻ പറ്റുന്നില്ല, മരുന്നിൻ്റെ സൈഡ് ഇഫക്ട്സ് കൊണ്ടോ മരുന്നിൻ്റെ അലർജി കൊണ്ടോ അവർക്ക് മരുന്ന് എടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് BP അൺകൺട്രോൾഡായി നിൽക്കുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ മരുന്ന് എടുത്തിട്ട് പോലും അവർക്ക് ടാർഗറ്റ് ഓർഗൻ ഡാമേജ് വരുന്നു. അവർക്ക് മരുന്ന് റെഗുലറായി കഴിച്ചിട്ട് പോലും അവർക്ക് കാഴ്ചയിൽ പ്രശ്നം വരുന്നു, അവർക്ക് ന്യൂറോളജിക് പ്രോബ്ലംസ് വരുന്നു, അവർക്ക് ഹാർട്ട് ഫെയിലിയർ വരുന്നു. അങ്ങനെയുള്ള 3 കാറ്റഗറി ഓഫ് പേഷ്യൻസിനാണ് ഈ റീനൽ ഡീനർവേഷൻ നമ്മൾ ഓഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ജനറലായിട്ട് നമ്മൾ BP ഉള്ള എല്ലാവരെയും നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഓവറോൾ ഒരു 10% ആൾക്കാർക്ക് മാത്രമേ ഈ തെറാപ്പിയുടെ ആവശ്യം വരാറുള്ളൂ. സാറിന് ഇത്രയും കാലത്തൊരു സർവീസ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനായിട്ട് എന്തെങ്കിലും ഒരു അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഞങ്ങൾക്ക് ആക്ച്വലി നമ്മൾ കുറേ പേർക്ക് തെറാപ്പി ഓഫർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഇപ്പം എനിക്കൊരു സ്കൂൾ ടീച്ചർ ഉണ്ടായിരുന്നു. ഒരു ടീച്ചർ മെറ്റിക്കുലസ് ആയിട്ട് വീട്ടിൽ തന്നെ ബ്ലഡ് പ്രഷർ എക്യുപ്മെൻറ്റ് വാങ്ങിച്ച് ഡെയിലി ബേസിസിൽ മോണിറ്റർ ചെയ്യുന്ന ഒരാളായിരുന്നു. അവർ മരുന്നുകൾ ഓൾമോസ്റ്റ് 5 മരുന്നുകൾ എടുത്തിട്ട് പോലും അവർ വീട്ടിലെ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ കൺസിസ്റ്റൻ്റ്ലി ഹയർ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഭയങ്കര കംപ്ലയൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു, റെഗുലറായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വീട്ടിൽ തന്നെ BP, അതാണ് ഏറ്റവും ഐഡിയൽ വേ ഓഫ് ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്. ഹോസ്പിറ്റലിൽ നോക്കുന്ന എപ്പോഴും മിക്കവാറും തെറ്റായിരിക്കും. വീട്ടിൽ നോക്കുന്ന ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഒരു ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് 24 hours BP നോക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്. അത് വെച്ച് നോക്കിയിട്ട് പോലും അവരുടെ ബ്ലഡ് പ്രഷർ കൺസിസ്റ്റൻ്റ്ലി 160/90 മേളിലാണ് എപ്പോഴും നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നിന്നുമ്പോൾ അവർ പല ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്ത് എല്ലാവരും മരുന്നുകൾ ഫർദർ ഒന്നുകൂടെ ആഡ് ചെയ്യാൻ നോക്കുക. പക്ഷേ 5 ഡ്രഗിൻ്റെ മേളിൽ 5 മരുന്നുകളുടെ മേളിൽ മൂപ്പർക്ക് ഒരു മരുന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ മരുന്നിൻ്റെ സൈഡ് ഇഫക്ട്സ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്കൊരു സ്ട്രോക്കും ഡെവലപ്പ് ചെയ്തു. അപ്പം അവർ ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു. കാരണം അവർ മരുന്നുകൾ റെഗുലറായി കഴിക്കുന്നു, പല ഡോക്ടേഴ്സിനെയും കണ്ടു, എന്നിട്ടും BP കൺട്രോൾഡ് അല്ല. ആൻഡ് അവർക്കറിയാം ഈ BP കൺട്രോൾഡ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വരികയും ചെയ്തു. അവർക്ക് സ്ട്രോക്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഫോർച്ചുനേറ്റ്ലി മേജർ സ്ട്രോക്ക് അല്ലായിരുന്നു, ന്യൂറോളജിക് ഡെഫിസിറ്റ് വന്നിട്ടില്ലായിരുന്നു. അങ്ങനൊരു ആൾ നമ്മളെ അപ്രോച്ച് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇവർക്ക് ഈ പ്രൊസീജിയർ ഓഫർ ചെയ്തു. അവർ ആക്ച്വലി വെൽ റെഡ് ആയിരുന്നു ഇതിനെപ്പറ്റി. ആക്ച്വലി അവർക്ക് ഈ പ്രൊസീജിയറിനെ പറ്റി അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. അവർ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രൊസീജിയർ സക്സസ്ഫുള്ളി കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 2 yearsന് മേളിലായി. ഇപ്പം അത് കഴിഞ്ഞിട്ട് അതിനുശേഷം അതേപോലെ തന്നെ വീട്ടിൽ റെഗുലറായിട്ട് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്തു. അപ്പോൾ അതിനുശേഷം കൺസിസ്റ്റൻ്റ്ലി ബ്ലഡ് പ്രഷർ 130/80 താഴെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ റീനൽ ഡീനർവേഷൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ ഞരമ്പുകളെ നമ്മൾ ഡാമേജ് ചെയ്യുമ്പം ഈ ഞരമ്പുകൾ തിരിച്ച് ഗ്രോ ചെയ്യത്തില്ല. ഈ അബ്നോർമലായിട്ടുള്ള ഞരമ്പുകൾ ഇതിനൊരു കവറിങ് ഇല്ല, മൈലിൻ എന്ന് പറഞ്ഞ കവറിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തിരിച്ച് റീകണക്റ്റ് ആവാറില്ല. ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇഫക്റ്റ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഇഫക്റ്റ് ഓവർ ടൈം കൂടി വരും. ക്യുമുലേറ്റീവ് ഇഫക്റ്റാണ്. അപ്പം ചിലപ്പോൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവരുടെ ബ്ലഡ് പ്രഷർ 20 കുറയുള്ളായിരിക്കും. പ്രൊസീജിയർ പക്ഷേ അവർ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ അവരുടെ ബ്ലഡ് പ്രഷർ പ്രോഗ്രസീവ്ലി പിന്നെയും കുറഞ്ഞു വരും. അപ്പം ബ്ലഡ് പ്രഷർ അവർക്ക് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ 5 മരുന്ന് കഴിച്ചിരുന്നത് അത് കുറച്ച് നമുക്ക് 3 മരുന്നിലേക്ക് എത്തിക്കാൻ പറ്റി. ആ 3 മരുന്നിൽ പോലും BP ഇപ്പം നല്ല വെൽ കൺട്രോൾഡ് ആണ്. അപ്പോൾ അവർക്ക് ആക്ച്വലി അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു. അവർക്ക് കോംപ്ലിക്കേഷൻസ് പിന്നെ അതിന് ശേഷം ഒന്നും ഉണ്ടായിട്ടുമില്ല. ആൻഡ് അവർക്ക് തന്നെ വീട്ടിൽ മോണിറ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ അൺകൺട്രോൾഡ് ആയിരുന്നു, ഇപ്പം നല്ല കൺട്രോൾഡായി, മരുന്നുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റി. ആൻഡ് അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ റീനൽ ഡീനർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രൊസീജിയർ ഇതിൽ ഫെയിലിയേഴ്സിനുള്ള ചാൻസസ് ഉണ്ടോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് റിക്കവറി ആയ ഒരു പേഷ്യൻറ്റിന് വീണ്ടും ഈ ഒരു പ്രൊസീജിയർ വീണ്ടും ചെയ്യേണ്ടി വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അതായത് റീനൽ ഡീനർവേഷൻ നമ്മൾ കറക്റ്റായിട്ട് പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അതിനകത്ത് പേഷ്യൻറ്റ് സെലക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ ഒരിക്കൽ ഞരമ്പിനെ ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് പ്രൊസീജിയറിൻ്റെ ആവശ്യം വരാറില്ല. ഇറ്റ്സ് എ സിംഗിൾ പ്രൊസീജിയർ ഫോർ ദി ലൈഫ് ടൈം. കാരണം ആ ഞരമ്പ് ഒരിക്കൽ നമ്മൾ കറക്റ്റായിട്ട് ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റീകണക്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇഫക്റ്റ് സസ്റ്റെയിൻഡ് ആണ്, ഇത് പ്രോഗ്രസീവ് ആണ്. ആൻഡ് ആ റിപ്പീറ്റ് പ്രൊസീജിയറിൻ്റെ ആവശ്യം വരാറില്ല. ഫെയിലിയർ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാത്തപ്പോഴാണ്. അതായത് എല്ലാ റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷനും ചിലപ്പം ഈ പറഞ്ഞ പോലെ റീനൽ നെർവ്സിൻ്റെ ഓവർ ആക്ടിവിറ്റി കൊണ്ടായിരിക്കില്ല. ചിലവർക്ക് വേറെ പ്രോബ്ലംസ് കാണും. അതായത് ചിലവർക്ക് ഈ ഹോർമോൺ പ്രോബ്ലംസ് വരാം. ഇപ്പോൾ ചിലവർക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം കൊണ്ട്, ചിലവർക്ക് അഡ്രിനൽ എന്നൊരു ഗ്രന്ഥിയുണ്ട്, അതിലെന്തെങ്കിലും ഒരു മുഴ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയും. ആ ഹോർമോൺ എക്സസൈറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് പ്രഷർ കൂടാം. ചിലവർക്ക് കോയാക്ടേഷൻ ഓഫ് ആയിട്ട് ഈ രക്തക്കൊയിൽ തന്നെ ചുരുങ്ങിയിട്ട് അത് കാരണം ബ്ലഡ് പ്രഷർ കൂടാം. അപ്പം സെക്കൻഡറി കോസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ എന്തെങ്കിലും ഉണ്ട്, അതായത് ബ്ലഡ് പ്രഷർ വേറൊരു അസുഖത്തിൻ്റെ കാരണമായിട്ട് വരികയാണ്. ഇപ്പം ഒരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് വണ്ണം ഉള്ളവരിൽ ഈ
രാത്രി കിടക്കുമ്പം നാവ് പുറകോട്ട് വീണ് ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ കട്ട് ഓഫ് ആവും, അങ്ങനെയുള്ളവർക്ക് ബ്ലഡ് പ്രഷർ അൺകൺട്രോൾഡ് ആയി നിൽക്കും. അപ്പം ഒരു സെക്കൻഡറി ഒരു കോസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് റീനൽ ഡീനർവേഷൻ ഓഫർ ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ സെക്കൻഡറി കോസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ എല്ലാം നമ്മൾ സ്ക്രീൻ ചെയ്ത് അങ്ങനത്തെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ട. ഇപ്പോൾ ഒരു അഡ്രിനൽ ഗ്രന്ഥിയിൽ ഒരു മുഴയുണ്ടായി, അവർക്ക് ബ്ലഡ് പ്രഷർ അൺകൺട്രോൾഡ് ആണെങ്കിൽ ആ മുഴ ഒരു സർജറി ചെയ്ത് മാറ്റുക വേണ്ടത്. അപ്പം എക്സാക്റ്റ് ആയിട്ട് അത് ഇവാലുവേറ്റ് പേഷ്യൻറ്റ് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് പേഷ്യൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ഫെയിലിയേഴ്സ് ഉണ്ടാവാറില്ല, സസ്റ്റെയിൻ ബെനിഫിറ്റ് ഉണ്ടാവുന്ന, റിപ്പീറ്റ് പ്രൊസീജിയറിൻ്റെ ആവശ്യവും വരാറില്ല. ഈ ഹാർട്ട് പേഷ്യൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും, ഇപ്പോൾ ലൈഫ് ലോങ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അതായത് ഇതിപ്പം മിക്ക ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും കുറച്ചു കാലം ബ്ലഡ് പ്രഷർ അൺകൺട്രോൾഡ്, അവർക്ക് ഹൃദ്രോഗം കാണും, അവർക്ക് സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടാകും, കിഡ്നി പ്രശ്നങ്ങളുണ്ടാകും. അഡ്വാൻസ് റീനൽ ഫെയിലിയർ മാത്രമാണ് ഇതിനൊരു കോൺട്രാ ഇൻഡിക്കേഷൻ. അതായത് കിഡ്നി ഭയങ്കര ഡാമേജ് ആയെങ്കിൽ പിന്നെ നമ്മളിത് ഓഫർ ചെയ്യാറില്ല. പക്ഷേ ഒരു ഏർലി സ്റ്റേജാണ്, റീനൽ ഇഷ്യൂസ് ഏർലി സ്റ്റേജാണ്, കാർഡിയാക് പ്രോബ്ലം ഉള്ളവർക്കോ ന്യൂറോളജി പ്രോബ്ലം ഉള്ളവർക്കോ ഒക്കെ ഈ തെറാപ്പി ഓഫർ ചെയ്യാൻ പറ്റും. ആൻഡ് മെജോറിറ്റി ആൾക്ക്, പക്ഷേ ഇത് എപ്പോഴും മനസ്സിലാക്കി ഇത് മരുന്ന് നിർത്താൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. ഇപ്പോൾ ഒരാൾക്ക് ബ്ലഡ് പ്രഷർ ആദ്യം കണ്ടുപിടിച്ചു, അവർ മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഓഫർ ചെയ്യാറില്ല, മരുന്നിന് ബദലായിട്ട് ഓഫർ ചെയ്യാറില്ല. പക്ഷേ മരുന്ന് കഴിച്ചിട്ടും കൺട്രോൾ ആവുന്നില്ല, അതിനൊരു കോംപ്ലിക്കേഷൻ, ഹൃദ്രോഗം വന്നാലും സ്ട്രോക്ക് വന്നാലും ഒക്കെ നമ്മൾ ഓഫർ ചെയ്യണം. പക്ഷേ ഒരു ലേറ്റ് സ്റ്റേജ് കിഡ്നി ഡിസീസ് വരിക, അതായത് ഡയാലിസിസ് ഒക്കെ വേണ്ടി വരുന്ന രീതിയായിട്ട് അഡ്വാൻസ് കിഡ്നി ഡിസീസ് വരികയാണെങ്കിൽ പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഓഫർ ചെയ്യാറില്ല. ഈ പ്രൊസീജിയർ കഴിഞ്ഞാലും നമ്മൾ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകണം അല്ലേ? അതായത് മരുന്നിന് ബദലായിട്ടല്ല, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും, മരുന്നിൻ്റെ ബേസിസിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം അതാണ് 3 ക്ലാസ് ഓഫ് ഡ്രഗ്സ് കഴിച്ചിട്ടും അൺകൺട്രോൾഡ് ആയുള്ളവർക്ക് ഇത് ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിരിക്കുന്ന കൺട്രോളിലേക്ക് വരുത്തുക എന്നുള്ളതാണ്. ചിലവർക്ക് കുറച്ച് കഴിഞ്ഞ് മരുന്നിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും അതല്ല നമ്മുടെ ടാർഗറ്റ്, പക്ഷേ നമ്മുടെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ മെജോറിറ്റി ആൾക്കാർക്കും ഓവർ ടൈം മരുന്നിൻ്റെ എണ്ണം കുറച്ച് വരാൻ ഡെഫിനറ്റ്ലി പറ്റിയിട്ടുണ്ട്. പക്ഷേ മരുന്ന് ഒഴിവാക്കാൻ വേണ്ടി അല്ല ഇത് ചെയ്യുന്നത്, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് ടാർഗറ്റ് ഓർഗൻ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ റീനൽ ഡീനർവേഷൻ ഈ ഒരു പ്രൊസീജിയറിന് ശേഷമുള്ള റിക്കവറി സ്റ്റേജസ് അതെങ്ങനെയാണ്? പ്രൊസീജിയർ ഞാൻ പറഞ്ഞ പോലെ കീ ഹോൾ പ്രൊസീജിയറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ മുറിവോ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയ കീ ഹോൾ വഴി തന്നെ ചെയ്യുന്നതായതുകൊണ്ട് റിക്കവറി ഭയങ്കര ഫാസ്റ്റാണ്. ജനറലി ആൾക്കാർ ദേ ക്യാൻ ബി ബാക്ക് ടു ദ നോർമൽ ആക്ടിവിറ്റീസ് ഒരു 1 to 2 വീക്സ് കഴിഞ്ഞാൽ തന്നെ ഒരു നോർമൽ ആക്ടിവിറ്റീസ് തിരിച്ച് റെസ്യൂം ചെയ്യാം. മെഡിക്കേഷൻസ് റെഗുലറായി തന്നെ കഴിക്കണം, ബ്ലഡ് പ്രഷറിൻ്റെ മരുന്നുകൾ, എന്നിട്ട് വീട്ടിൽ ഹോം ബ്ലഡ് പ്രഷർ കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്തിട്ട് BP കുറഞ്ഞു വരികയാണെങ്കിൽ ബ്ലഡ് പ്രഷർ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻസ് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ റിക്കവറി ഫാസ്റ്ററാണ്. അതിനുശേഷം വേറെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി സ്പെസിഫിക് മരുന്നുകളൊന്നുമില്ല. ജീവിതശൈലി നേരത്തെ ബ്ലഡ് പ്രഷറിൻ്റെ ഭാഗമായിട്ട് ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. BPയുടെ ആദ്യം കണ്ടിന്യൂ ചെയ്തിരുന്ന മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യുക, പിന്നെ BP വീട്ടിൽ മോണിറ്റർ ചെയ്തിട്ട് അതനുസരിച്ച് ഗ്രാജ്വലി BPയുടെ മെഡിക്കേഷൻസ് കുറച്ച് വരുത്താൻ പറ്റും. സാർ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഈ യങ് ജനറേഷൻ ആണെങ്കിലും അവരിതിനെ പറ്റിയിട്ടൊന്നും അധികം ബോധേഡ് അല്ല. നമ്മളിപ്പോൾ ബ്ലഡ് പ്രഷർ ഏകദേശം ഒരു എത്ര പ്രായം ഉള്ള ഒരാൾ തൊട്ടായിരിക്കും നമ്മൾ റെഗുലറായിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്ത് വരേണ്ടത്? അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ കാലത്ത് ആ പ്രായം കുറഞ്ഞു വരികയാണ്. പണ്ട് ഇതൊക്കെ ഒരു പ്രായമുള്ളവരിൽ കാണുന്നൊരു അസുഖം എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് മിക്കവർക്കും ഇപ്പം ചെക്കപ്പൊക്കെ, മിക്കവരും ഹെൽത്ത് ചെക്കപ്പൊക്കെ ഒരു 50 വയസ്സിന് ശേഷം റിട്ടയർ ആയതിനു ശേഷം പോയി ചെയ്തിരുന്നത്. ഇപ്പം തിരിച്ചാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ മിക്കവരും ഈ പ്രോബ്ലംസ് കാണുന്നതൊക്കെ ഒരു 20-40 വയസ്സിൻ്റെ ഇടയ്ക്കാണ്. നമ്മുടെ ജീവിതശൈലിയുടെ ഇത് തന്നെയാണ്. നമ്മളിപ്പം ഏതൊരു പ്രൊഫഷനിലും എക്സ്ട്രീം സ്ട്രെസ് ഉണ്ട്, എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരമാണ്, എല്ലാവരുടെയും ജീവിതശൈലി ആ ഒരു രീതിയിലോട്ട് മാറി. അർബനൈസേഷൻ വരുന്നതോടുകൂടി എല്ലാവർക്കും അതോടെ ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലും കുറേ മാറി, പിന്നെ അവരുടെ ലൈഫിലുള്ള സ്ട്രെസ്സും ഇതുമെല്ലാം മാറുന്നതനുസരിച്ച് ഈ അസുഖങ്ങളൊക്കെ ഒരു 20 വർഷം മുമ്പ് തന്നെ വരുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഹെൽത്ത് ചെക്കപ്പൊക്കെ പറയുന്നത് സ്കൂളിൽ വെച്ച് തന്നെ തുടങ്ങുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ മിക്കവരും അതുകൊണ്ട് ഈവൻ ചിലർ ജോബിന് പോകുമ്പോൾ ആദ്യം അവർ മാൻഡേറ്ററി പ്രീ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പറയും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഏജിലേ ശരിക്കും തുടങ്ങുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ പറയാമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആഫ്റ്റർ ഒരു 20 ഇയർ ഓഫ് ഏജ് മുതൽ തന്നെ പീരിയോഡിക്കലി ബ്ലഡ് പ്രഷർ ഒന്ന് വീട്ടിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് വാങ്ങിച്ച്, മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വളരെ റിലയബിൾ ആണ്. ഒരു ഓട്ടോമേറ്റഡ് എക്യുപ്മെൻറ്റ് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് പീരിയോഡിക്കലി ചെക്ക് ചെയ്യണം. ആൻഡ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പം ബാക്കി എപ്പോഴെങ്കിലും ചെക്ക് ചെയ്തു ഭയങ്കര ഒരു തവണ ഹൈ വാല്യൂ കണ്ടവർ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ്ലി ആയിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ സ്ട്രെസ്സും അതേപോലെ ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അതല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള അങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? മിക്കവരിലും ഇപ്പോൾ 20 ഇയേഴ്സിന് താഴെ വരുന്ന ഹൈപ്പർ ടെൻഷൻ മിക്കതും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ജന്മന ഉള്ള ചില
ഹാർട്ടിൻ്റെ രോഗങ്ങളുണ്ട്. ഇപ്പോൾ വാൽവിലെ പ്രശ്നങ്ങൾ, ഈ രക്തക്കുഴൽ ചുരുങ്ങുക, കോയാക്ടേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെയുള്ള അസുഖങ്ങളുമുണ്ട്. അല്ലെങ്കിൽ ബോഡിയിലുണ്ടാവുന്ന ഗ്രന്ഥികളിലുള്ള പ്രോബ്ലം, എൻഡോക്രൈൻ പ്രോബ്ലംസ് കൊണ്ട്, അല്ലെങ്കിൽ കിഡ്നിയിലുള്ള രക്തക്കുഴലുണ്ട്, റീനൽ ആർട്ടറി എന്ന് പറയും. ഈ റീനൽ ആർട്ടറിയിൽ ഉണ്ടാവുന്ന ചുരുക്കങ്ങൾ കൊണ്ടൊക്കെ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കൂടാം. ഈ വൃക്ക രോഗികൾക്ക് പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ അമിതമായി കൂടാം. ഇപ്പോൾ കാരണം കിഡ്നിയാണ് ഇതിൻ്റെ സെൻട്രൽ ഓർഗൻ ആയതുകൊണ്ട് തന്നെ കിഡ്നിയിലൊരു ഡിസീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിഡ്നിയിലോട്ട് രക്തഓട്ടം കൊണ്ടുവരുന്ന കിഡ്നിയുടെ രക്തക്കുഴലിൽ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ബ്ലഡ് പ്രഷർ വളരെ നേരത്തെ തന്നെ കൂടാം. അപ്പോൾ അതൊക്കെ മോസ്റ്റ്ലി സെക്കൻഡറി ഹൈപ്പർ ടെൻഷനാണ്. മോസ്റ്റ് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്ന മെജോറിറ്റി ആൾക്കാരിൽ ഒരു 20 to 55 ഏജ് ഗ്രൂപ്പിലാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. സ്ട്രെസ് ഒരു മേജർ ഫാക്ടറാണ്, ആൻഡ് നമ്മുടെ പുതിയ ലൈഫ് സ്റ്റൈൽ ഒരു മേജർ ഫാക്ടറാണ്. ഇപ്പോൾ റീനൽ ഡീനർവേഷന് ശേഷം നമ്മുടെ BP-യുടെ ഒരു അളവ് അത് എത്രത്തോളം കുറയും എന്നുള്ളതാണ്? സാധാരണ റീനൽ ഡീനർവേഷൻ നമ്മൾ പഠനങ്ങളും നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും കാണിച്ചിട്ടുള്ള ഇനീഷ്യൽ റിഡക്ഷൻ ഒരു 10 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ് പറയുക. പക്ഷേ ഇത് പ്രോഗ്രസീവായിട്ട് റെഡ്യൂസ് ചെയ്യും. അതായത് ചിലപ്പം പ്രൊസീജിയർ കഴിയുമ്പോൾ ഒരു 10 or 20 ആയിരിക്കും കുറയുക. പക്ഷേ ആഫ്റ്റർ 1 year, ആഫ്റ്റർ 2 year, 3 year ഇതിൻ്റെ ഡിക്രീസ്, ഇതിൻ്റെ റിഡക്ഷൻ പ്രോഗ്രസീവ്ലി കൂടി വരിക ചെയ്യുക. അപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞ് ഫോളോ അപ്പിൽ ചെയ്യുമ്പം പലർക്കും 30 മില്ലിമീറ്ററോളം മെർക്കുറി കുറയാറുണ്ട്. ആൻഡ് ഓവർ ഇയേഴ്സ് അത് പിന്നെയും ഫെർദർ കുറയും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. കാരണം ഈ നെർവ്സ് തിരിച്ച് റീഗ്രോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതൊരു ക്യുമുലേറ്റീവ് ഇഫക്റ്റ്. നമ്മൾ മരുന്നുകളെ സംബന്ധിച്ചപ്പോൾ നമ്മൾ കമ്പാരിസൺ വിത്തിൻ റീനൽ ഡീനർവേഷൻ ഡ്രഗ്സ് നോക്കുകയാണെങ്കിൽ, മരുന്ന് നമ്മൾ എടുക്കുമ്പോൾ മരുന്നിൻ്റെ പീക്ക് ഇഫക്റ്റ് ഉള്ള ടൈമുണ്ട്. ആ സമയത്താണ് ഏറ്റവും BP കുറയുക. അത് കഴിഞ്ഞ് മരുന്നിൻ്റെ ഇഫക്റ്റ് പോയി വരുമ്പോഴേക്കും BP പിന്നെയും കൂടും. അപ്പോൾ ഇതിനകത്തൊരു നമ്മൾ ഈ ഒരുപോലെ ഇടയ്ക്കൊരു സമയത്ത് മാക്സിമം ഇഫക്റ്റ് വന്നു, പിന്നെ ഇഫക്റ്റ് കുറഞ്ഞു. റീനൽ ഡീനർവേഷൻ അങ്ങനെയല്ല, ഓൾമോസ്റ്റ് ഓൾവേസ് ഒരേ രീതിയിലുള്ള ഇഫക്റ്റാണ്. അപ്പോൾ ആ ബ്ലഡ് പ്രഷർ ഒരിക്കൽ ഇപ്പോൾ നമ്മൾ 20 മില്ലിമീറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ 20 മില്ലിമീറ്റർ കുറവ് കണ്ടിന്യൂസ് ആയിട്ട് അവർ ലൈഫ് ടൈം നിൽക്കുകയാണ്. ആൻഡ് ഓവർ ടൈം ഈ 20 എന്നുള്ള കുറച്ച് വർഷം കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ 30 കുറവ് വരാം. അപ്പോൾ പ്രോഗ്രസീവ്ലി ആ ഉള്ള അളവ് പിന്നെയും കൂടി വരികയും ചെയ്യും. ആൻഡ് അതിന് ഓൾവേസ് ഓൺ ഇഫക്റ്റ് എന്നാണ് പറയുക. ഈ കൂടുകയും കുറയുക അങ്ങനെയില്ല, ഒരേ ലെവലിൽ അതങ്ങ് കുറച്ച് വെക്കുക. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പം സാധാരണ ഇപ്പം ആൻജിയോപ്ലാസ്റ്റി പോലെ എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ആൻജിയോപ്ലാസ്റ്റിയിലൊക്കെ നമ്മൾ ബോഡിക്കകത്ത് ഒരു ഇംപ്ലാന്റ് വെക്കുക ചെയ്യും, സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞ ഇംപ്ലാന്റ് വെക്കുക. റീനൽ ഡീനർവേഷൻ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ ഉപയോഗിക്കുന്ന കാത്തീറ്റർ പ്രൊസീജിയർ കഴിയുമ്പോൾ തന്നെ എടുത്ത് മാറ്റുക ചെയ്യും. അപ്പം രോഗിക്ക് പെർമനൻ്റ് ആയിട്ട് ഉള്ളിൽ ഇംപ്ലാന്റോ ഒന്നുമില്ല. ഈ ഒരു കാത്തീറ്റർ ഉപയോഗിച്ച് അബ്നോർമലായിട്ടുള്ള, അതായത് അത് രോഗിയിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു നോർമൽ ആളിലില്ലാത്ത നെർവ്സാണ്, ഈ ഓവർ ആക്റ്റീവ് റീനൽ നെർവ്സാണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അവരെ മാത്രമാണ് നമ്മൾ സെലക്റ്റീവ്ലി ഡാമേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെർമനന്റ് ഇംപ്ലാന്റ് അകത്ത് വെക്കുന്നില്ല, വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഈ റീനൽ ഡീനർവേഷന് മുമ്പ്, ഈ ഒരു പ്രൊസീജിയർ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സ്കാനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ജനറലി ആകെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ ഈ കിഡ്നിയുടെ ഒരു സ്കാൻ നോക്കും. അതേപോലെ കിഡ്നിയുടെ രക്തക്കുഴൽ നോർമൽ ആണല്ലോ എന്നുള്ളത്. കിഡ്നിയുടെ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് ഫസ്റ്റ് നീക്കുക എന്നുള്ളതാണ്. കിഡ്നിയുടെ രക്തക്കുഴലിൽ ബ്ലോക്ക് ഇല്ലാത്തവർക്ക് മാത്രമേ നമ്മൾ റീനൽ ഡീനർവേഷൻ ഓഫർ ചെയ്യാറുള്ളത്. അപ്പോൾ കിഡ്നിയുടെ ഒരു സ്കാൻ നോക്കും. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. സ്ലീപ്പ് ആപ്നിയ എന്നുള്ളത് നോക്കാനായിട്ട് ഒരു സ്ലീപ്പ് സ്റ്റഡി എന്നുള്ള ടെസ്റ്റ് ഒന്ന് നോക്കും. ഇതാണ് ബേസിക് വർക്കപ്പായിട്ട്. നേരത്തെ ചില റെക്കമെൻഡേഷൻസ് ഒരു CT ചെയ്ത് നോക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പൊതുവേ CT നോക്കാറില്ല. ഇപ്പോഴത്തെ പുതിയ റീനൽ ഡീനർവേഷൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, കംപ്ലീറ്റ്ലി AI ബേസ്ഡ് ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊസീജിയർ സേഫ്റ്റിയും ഭയങ്കര കൂടുതലാണ്. ഇനീഷ്യൽ അധികം ഇവാലുവേഷനോ ആവശ്യമില്ല. ആൻഡ് പോസ്റ്റ് പ്രൊസീജിയറും പ്രത്യേകിച്ച് പ്രൊസീജിയർ കഴിഞ്ഞിട്ടും പിന്നെ ഇമേജിങ്ങോ അങ്ങനെയൊന്നും ആവശ്യമില്ല. കാരണം കംപ്ലീറ്റ്ലി AI ബേസ്ഡ് ആയിട്ട് എക്സ്ട്രീംലി സേഫ് പ്രൊസീജിയറാണ്. നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഇംപ്ലാന്റ് ഒന്നും അകത്ത് വിടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് പ്രഷർ മാത്രം പീരിയോഡിക്കലി മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. റീനൽ ഡീനർവേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? റീനൽ ഡീനർവേഷൻ ഇപ്പം പുതുതായിട്ട് വന്ന ചികിത്സയാണ്. ഇപ്പം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അൺകൺട്രോൾഡ് ആയിട്ട് ബ്ലഡ് പ്രഷർ നിൽക്കുന്നവരിൽ, റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിലാണ്. പക്ഷേ പഠനങ്ങൾ കാണിക്കുന്നത് പല രോഗങ്ങൾക്കും വേണ്ടി പോലും യൂസ് ചെയ്യാം. ഇപ്പോൾ ചിലവർക്ക് മിടുപ്പ് അൺകൺട്രോൾഡായി നിൽക്കുകയാണ്, അവർക്കും അതിൻ്റെ ഒരു മേജർ റീസൺ ഈ ബോഡിയിൽ അഡ്രിനൽ എന്നുള്ള ഹോർമോൺ കൂടുന്നതുകൊണ്ടാണ്. ചിലവർക്ക് ഹാർട്ട് ഫെയിലിയർ, അതായത് ഹാർട്ട് ഡാമേജ് വന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ ഹാർട്ട് ഫെയിലിയർ ഹോസ്പിറ്റലൈസേഷൻ വരികയാണ്. അങ്ങനെയുള്ളവർക്കും ഇത് ബെനിഫിഷ്യലാണ്. അപ്പം ബോഡിയിൽ ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓവർ ആക്റ്റീവായിട്ട് ഉണ്ടാക്കുന്ന പല കണ്ടീഷൻസിനും റീനൽ ഡീനർവേഷൻ യൂസ്ഫുൾ ആണെന്ന് കണ്ടെപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ചിലപ്പോൾ നമ്മൾ ഹൈപ്പർ ടെൻഷന് മാത്രമല്ല, ചിലപ്പോൾ ഭാവിയിൽ ഹാർട്ട് ഫെയിലിയറിന് വേണ്ടി, മിടുപ്പിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടി ചിലപ്പം റീനൽ ഡീനർവേഷൻ യൂസ് ചെയ്യും. റീനൽ ഡീനർവേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറിന് ശേഷം നമ്മുടെ ബ്ലഡ് പ്രഷർ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ? എന്ന് വെച്ചാൽ നമ്മുടെ ഗുളികകൾ കുടിക്കുന്നതെല്ലാം നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല, ബ്ലഡ് പ്രഷറിന് ഇപ്പോഴും മെയിൻ ചികിത്സ മരുന്നുകൾ തന്നെയാണ്.
മരുന്നിൽ കൺട്രോൾ ആവാത്തവർക്ക് മാത്രമാണ് റീനൽ ഡീനർവേഷൻ യൂസ്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചു അവരുടെ ബി പി കൺട്രോൾഡ് അല്ല, അങ്ങനെയുള്ളവർക്ക് കോംപ്ലിക്കേഷൻ വരും. അപ്പോൾ റീനൽ ഡീനർവേഷൻ ചെയ്യുന്നതോടുകൂടി അവരുടെ ബ്ലഡ് പ്രഷർ മരുന്നിൽ കൺട്രോൾ ആവുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിക്കും. അതാണ് റീനൽ ഡീനർവേഷൻ മെയിൻ പർപ്പസ്. അപ്പം റീനൽ ഡീനർവേഷൻ മരുന്നിന് ബദലായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല, അത് കഴിഞ്ഞും രോഗികൾ മരുന്ന് റെഗുലറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം. ആകെ റീനൽ ഡീനർവേഷൻ ചെയ്യുന്നതോടെ മിക്കവർക്കും മരുന്നുകളുടെ എണ്ണം കുറച്ച് വരാൻ പറ്റും, മരുന്നുകൾ ഡോസ് കുറയ്ക്കാൻ പറ്റും, എണ്ണം കുറഞ്ഞു വരാൻ പറ്റും. ഇതിനൊരു ശാശ്വത പരിഹാരം ഇല്ല. ബ്ലഡ് പ്രഷറിന് മരുന്ന് സ്ഥിരമായി തന്നെ കഴിക്കുക എന്നുള്ളത്, അതോടെ ഈ അസുഖം കംപ്ലീറ്റ്ലി ഉന്മൂലനം ചെയ്യുന്നൊരു ചികിത്സ ഇതുവരെ വൈദ്യശാസ്ത്രത്തിൽ കണ്ടെത്തിയിട്ടില്ല. റീനൽ ഡീനർവേഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കോമൺ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്? അതായത് ഈ എല്ലാ അസുഖങ്ങൾക്കും, അതായത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഇതിനൊക്കെ WHO, ഇപ്പം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഹൈപ്പർ ടെൻഷന്, അമേരിക്കൻ സൊസൈറ്റീസ്, ഗ്ലോബലി പല സൊസൈറ്റികളും ഹൈപ്പർ ടെൻഷൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് എങ്ങനെയാണ് ഈ അസുഖം കൺട്രോൾ ചെയ്യേണ്ടത്, എന്താണ് അത് എല്ലാ ഫിസീഷ്യൻസിനും ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷൻസ് ആണ്. അപ്പം അവർ റെക്കമെൻഡ് ചെയ്യും, ഈ ഒരു ബ്ലഡ് പ്രഷർ വാല്യൂവിൻ്റെ മേളിലാവുമ്പോൾ മരുന്നെടുക്കണം, ഇത്രയും കൺട്രോൾ ആയില്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് ഡ്രഗ്സ് വേണം. അങ്ങനെ ഇപ്പോൾ ഉള്ള ഗൈഡ് ലൈൻസിൽ, അമേരിക്കൻ ഗൈഡ് ലൈൻസ്, യൂറോപ്യൻ ഗൈഡ് ലൈൻസ്, എല്ലാ ഗൈഡ് ലൈൻസിലും ബ്ലഡ് പ്രഷർ 3 ഡ്രഗ്സിൽ കൺട്രോൾ ആയില്ലെങ്കിൽ റീനൽ ഡീനർവേഷൻ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഓഫർ ചെയ്യണമെന്ന് വന്നിട്ടുണ്ട്. കാരണം അത് അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള തെറാപ്പി ആയതുകൊണ്ട് ഇപ്പം ഗ്ലോബലി ഉള്ള ഗൈഡ് ലൈൻസും ഇപ്പോൾ ഈ ഒരു റെക്കമെൻഡേഷൻ തരുന്നുണ്ട്.